സിവിൽ സർവീസ് അന്തിമ ഫലം പുറത്ത് ആദ്യ 100 റാങ്കുകളിൽ 7 മലയാളികൾ ഇടം പിടിച്ചു. പവിത്ര പി 42 റാങ്ക് നേടി. മാളവിക ജി നായർ 45 റാങ്കും നന്ദന ജി പി 47 റാങ്കും സോനറ്റ് ജോസ് 54 റാങ്കും അഞ്ജു 60 റാങ്കും റിനു അന്ന മാത്യു 81 റാങ്കും നേടി. 1129 പേരാണ് റാങ്ക് പട്ടികയിലുള്ളത്. ശക്തി ദുബെയാണ് 1 റാങ്ക് കരസ്ഥമാക്കിയത്. വിവരങ്ങളുമായി വീണ്ടും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, മലയാളി സാന്നിധ്യം ആദ്യ 100 റാങ്കിൽ മലയാളി സാന്നിധ്യം ഉണ്ട്. 7 പെൺകുട്ടികൾ ആണ് ഇക്കുറി റാങ്ക് നേടിയിരിക്കുന്നത്. സ്ത്രീ ശക്തി തെളിയിച്ചിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നന്ദൻ? നമ്പ്യാർ, ആദ്യ 5 റാങ്കുകളിൽ 3 വനിതകളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ആദ്യ 2 റാങ്കുകളും വനിതകൾക്കാണ്. റാങ്കുകളിൽ ഉൾപ്പെട്ട മലയാളികളും വനിതകളാണ് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. വനിതകളുടെ ഒരു വലിയ തേരോട്ടമാണ് UPSC പരീക്ഷയിൽ ഈ റാങ്ക് നേട്ടത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഈ UPSC പരീക്ഷാ ഫലം വ്യക്തമാക്കുന്നത്. ഹർഷിത ഗോയലിനാണ് 2ാം സ്ഥാനം. 1ാം സ്ഥാനം ശക്തി ദുബെയാണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സ്വദേശിയാണ് ശക്തി ദുബൈക്കാണ് 1ാം റാങ്ക്. അതേപോലെ തന്നെ ഹർഷിത ഗോയൽ 2ാം റാങ്കും അതേപോലെ തന്നെ ഡോങ്റെ അർച്ചിത് പരാഗിന് 3ാം റാങ്കും നേടിയിരിക്കുകയാണ്. ഈ 1ാം റാങ്കുകാരി ശക്തി ദുബൈ UPയിലെ പ്രയാഗ്രാജ് സ്വദേശിയാണ്. അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷനും അതേപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബയോ കെമിസ്ട്രിയിൽ PG പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ ശേഷമാണ് UPSC പരീക്ഷയിലേക്ക് UPSC പരീക്ഷ എഴുതിയത്. ഈ വലിയ റാങ്ക് നേട്ടം കൂടുതലും ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഏറെയും സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ് പ്രത്യേകത. 1009 പേരുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 180 പേർക്ക് IAS-ഉം അതേപോലെ തന്നെ 55 പേർക്ക് IFS-ഉം 147 പേർക്ക് IPS-ഉം ലഭിക്കും. അതേപോലെ തന്നെ സെൻട്രൽ സർവീസിലെ ഗ്രൂപ്പ് A വിഭാഗത്തിൽ 605 പേർക്കും ഗ്രൂപ്പ് B വിഭാഗത്തിൽ 142 പേരെയും ഈ പട്ടിക പ്രകാരം നിയമിക്കുമെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. നമ്പ്യാർ.